ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലാടാണ്. എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ സ്വന്തം സ്നേഹക്കൂട്ടിലേക്ക്. ഇന്ന് എൻ്റെ ഫാദർ മരിച്ചിട്ട് 2 വർഷമാകുകയാണ്. അപ്പം 1 വർഷത്തിനും 40 ദിവസത്തിനും ഒക്കെ നമ്മൾ സ്നേഹക്കൂട്ടിലെ അംഗങ്ങളും ഒപ്പം ഇരുന്നാണ് ആഹാരം കഴിച്ചത്. അപ്പം ഇന്നും ഞങ്ങൾ പാപ്പാടെ പേരിൽ അന്നദാനം കൊടുക്കാനായിട്ട് സ്നേഹക്കൂട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് നേരത്തെ ഞങ്ങൾ ഇറങ്ങുന്നത് കേട്ടോ, കാരണം ഒന്ന് അവരുമായിട്ടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് സ്നേഹാന്വേഷണമൊക്കെ നടത്തി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പോരാലോ എന്നുള്ള പ്ലാനിൽ. അപ്പോൾ നമുക്ക് അവിടുത്തെ അംഗങ്ങളെയൊക്കെ കാണാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അന്നദാനം കൊടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം. അപ്പം നമുക്ക് സ്നേഹക്കൂട്ടിലേക്ക് പോവാം. സ്നേഹക്കൂട് അഭയമന്ദിരം. ഈ കുടുംബത്തിൽ ഇപ്പോൾ പെറ്റു വളർത്തിയ മക്കളാലും സ്വത്തുക്കൾ പങ്കിട്ടെടുത്ത ബന്ധുക്കളാലും പെരുവഴിയിലേക്ക് തള്ളപ്പെട്ട വൃദ്ധമാതാപിതാക്കന്മാർ 140ഓളം പേരായി. ഇവരെ സംരക്ഷിക്കുന്നതിനായി നിങ്ങളുടെ കുടുംബത്തിലെ വിശേഷ ദിവസങ്ങളും പ്രിയപ്പെട്ടവരുടെ ഓർമ്മ ദിവസങ്ങളും ഇവിടെയുള്ള അച്ഛനമ്മമാർക്കൊപ്പം ആഘോഷിക്കുവാൻ ആദരപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഓരോ വൃദ്ധമാതാപിതാക്കന്മാരും അനാഥരായ സ്നേഹക്കൂടിനെ തേടിയെത്തുന്നത് അവരുടെ ജീവിത സായാഹ്നം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ചെലവഴിക്കാനാണ്. മക്കളും ബന്ധുക്കളും പെരുവഴിയിൽ ഉപേക്ഷിച്ച അച്ഛനമ്മമാർക്കായി അന്നം പകർന്നു നൽകുമ്പോൾ അതേറെ മഹത്തരമാകുന്നു. നമ്മുടെ സ്നേഹക്കൂട് അഭയമന്ദിരത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ആ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ GPay നമ്പറുകളുണ്ട്, ആ നമ്പറിലേക്ക് ചെയ്യാം. ഇതെല്ലാം തന്നെ വളരെ സുതാര്യമാണ്. നിങ്ങൾക്ക് എപ്പോൾ ചെന്നാലും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം, അതിൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം സ്നേഹക്കൂട് അഭയമന്ദിരത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ടുകളിലേക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സ്നേഹക്കൂട് അഭയമന്ദിരത്തിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചറിയിക്കുകയാണെങ്കിൽ അവരിവിടെ നിങ്ങൾക്ക് വേണ്ടി അന്നദാനം പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ പേരിൽ തന്നെ അന്നദാനം പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ അവർ ഓർക്കുകയും ചെയ്യും. ദൂരെയല്ലാതെ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കിവിടെ വരാം. ഏത് സമയത്തും സ്നേഹക്കൂട്ടിൽ വരാം, അവരെ വിസിറ്റ് ചെയ്യാം, അവരുമായിട്ട് സമയം ചെലവഴിക്കാം, ഡാൻസ് കളിക്കാം, പാട്ട് പാടാം, വർത്താനം പറയാം, കളികൾ കളിക്കാം, അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ ചെയ്യാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും സ്നേഹക്കൂട് അഭയമന്ദിരത്തിൻ്റെ വാതിൽ തുറന്നു തന്നെയാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വരാം, അവരുമായിട്ട് സമയം ചെലവഴിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സഹായം നൽകാനായിട്ടുള്ള സാമ്പത്തികമില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ആ ഷെയർ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടവും ഉണ്ടാകത്തില്ല. മറിച്ച് ആ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ഇതിലൊരു 100 രൂപയാണെങ്കിലും ഈ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നന്മ നിങ്ങൾക്കാണ് ഉണ്ടാവുക. അതുകൊണ്ട് ദയവായിട്ട് സഹായം ചെയ്യാനായിട്ടുള്ള സാമ്പത്തികമില്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് മറ്റുള്ളവരുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോടും ഒക്കെ ഒന്ന് ജസ്റ്റ് പങ്കുവയ്ക്കുക. നിങ്ങൾക്കറിയാം, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ വന്നു കഴിയുമ്പോൾ നിങ്ങളെ ഒരാൾ ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ അവരോടൊന്ന് പറയുക, ഫംഗ്ഷൻ നടത്തിക്കോളൂ, കുഴപ്പമില്ല, പക്ഷേ അതിലും വലിയൊരു കാര്യം ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, ഇവിടെ പോയി ഒരു നേരത്തെ ആഹാരം അവർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു കേക്ക് മുറിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ ദാനം, അല്ലെങ്കിൽ അന്നദാനമാണ് ഏറ്റവും വലിയ മഹാദാനം എന്ന് പറയുന്നത് കറക്റ്റ് ആകുന്നത് അവിടെയാണ്.